ഹലോ കൂട്ടുകാരെ, അതിഥി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ചെരുവത്തിലൊക്കെ കയറി നടക്കണമെന്ന്, കളിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും ദിവസമായിട്ട് അവരെ ഇറക്കിയിട്ടില്ല. അപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ ഒന്ന് ഇറക്കാമെന്ന് വെച്ചു. കാരണം ഞങ്ങളും കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയായിരുന്നു, വീട്ടിൽ വെള്ളം കയറി കഴിയുമ്പോൾ ഈ ചെരുവത്തിലൊക്കെ കയറി നടക്കുകയൊക്കെ ചെയ്യും. അപ്പം ഇവളുമാർക്ക് അങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഓർത്ത് വന്നാൽ പിന്നെ കുറച്ച് നേരം ഇറക്കാമെന്ന് വെച്ചു. പക്ഷേ ഇറക്കിയത് അബദ്ധമായിപ്പോൾ. പിന്നെ കയറ്റാൻ ഭയങ്കരമായിട്ട് ഞങ്ങൾ പാടുപെട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവരവിടെ നല്ല നടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമൊന്നുമല്ല കേട്ടോ, കാരണം നമ്മുടെ ബാക്കി കണ്ടോ കേട്ടോ. അവിടുന്ന് പിന്നെ തോട്ടിലോട്ട് നല്ല ഒഴുക്ക്, കണ്ടില്ല ഒഴുക്കിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ നല്ല ഒഴുക്ക്, അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധിയായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഇറക്കിയത്. അങ്ങനെ രണ്ട് പേര് കുളിച്ചും കളിച്ചും ഒക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. കണ്ടല്ലോ, നല്ലൊരു ഒഴുക്കുണ്ട് കേട്ടോ. പിന്നെ ഗേറ്റ് ഉള്ളതുകൊണ്ട് പോകത്തില്ല, തടഞ്ഞ് നിന്നോളൂ. പിന്നെ ഞങ്ങളും അടുത്ത് തന്നെ നിൽക്കും, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിതേ കട വരെ പോവുക കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമാണ്, നീന്തി പോവുക. പിന്നെ അതുവഴി വീട്ടിലും ഒന്ന് കയറണം. അപ്പോൾ ഞങ്ങൾ 3 പേരും ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഇവിടെ, എല്ലാം ഫുള്ള് മീൻ. അതിലെ ഇപ്പുറത്തൊക്കെ പറമ്പുകളാണ് കണ്ടു. 2 പേര് രാവിലെ തൊട്ട് തുടങ്ങിയ വഴക്ക. അച്ചാച്ചിയുടെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ. അപ്പോൾ അവർക്ക് നീന്തി അവിടം വരെ ചെല്ലാമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. വീഴും. 2 ദിവസമായിട്ട് നീന്താനുള്ള മടി കാരണം സത്യത്തിൽ കടയിലൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ കടയിൽ പോകണം, അതുകൊണ്ടാണ് ഇറങ്ങിയത്. പിന്നെ അതുവഴി വീട്ടിലും കയറാമെന്ന് വെച്ച്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കടയൊക്കെ തുറന്ന് സാധനം എല്ലാം മേടിച്ച് പയ്യെ വന്നാൽ മതിയല്ലോ. അപ്പോൾ അതിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല റോഡാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കോൺക്രീറ്റാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ വാതിക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഇനി വെള്ളമുള്ളൂ, ബാക്കി വലിയ കുഴപ്പമില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ തൊഴിലുറപ്പുകാർ പോളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ വാരി വയ്ക്കുക. അങ്ങനെ നമ്മുടെ വഴിയിലെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇറങ്ങിയോന്നറിയില്ല. ചെറിയ ഇറക്കം തിരിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി സാധനങ്ങൾ മേടിച്ചു. പിന്നെ ഇത് ഇവളുമാരെ കുറച്ച് ചെരുപ്പൊക്കെ വീട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമൊക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം.